സയ്യിദിന വഹബീബിന വഇമാമിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരു ക്ലാസ്സിൻ്റെ സ്വഭാവത്തിലല്ല, നമുക്കൊരു സംഭാഷണം എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ പറയാം. നമ്മളിന്നലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് വിശദീകരിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഷഹാദത്ത്, ഇത് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമതായിട്ട് നമ്മുടെ ദൈവശാസ്ത്രജ്ഞന്മാർ എണ്ണി പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയണം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമ്മുടെ കിതാബുകളിലെവിടെയും ഷഹാദത്ത് കാണാൻ കഴിയില്ല. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ആദ്യമായിട്ട് പഠിപ്പിക്കുക നിസ്കാരം മുതലാണ്. ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ ദർസുകളിൽ പഠിപ്പിക്കുന്നതും നിസ്കാരത്തിൻ്റെ അധ്യായം എന്ന് പറഞ്ഞ അധ്യായം മുതലാണ്. അപ്പം ഷഹാദത്ത് എന്ന് പറയുന്ന സംഗതി എവിടെയും ഇല്ല. അതിൻ്റെ കാരണം എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മനസ്സിലാകാതെ പോയി എന്നുള്ളതാണ്. അതിന് പറയുന്ന മറ്റൊരു വാക്കാണ് തൗഹീദ്. ഇപ്പോൾ നമ്മുടെ മുജാഹിദുകാർക്കൊക്കെ ഏറ്റവും വലിയ പ്രശ്നം തൗഹീദാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ പറയും അള്ളാഹു ഏകനാണ് എന്ന് പറയലാണ് തൗഹീദ്. ഇത് പറയാനാണ് പ്രവാചകന്മാർ വന്നത്. ഇത് വലിയൊരു തമാശയല്ലേ? ലോകത്ത് ഇന്നേ വരെ ദൈവം പലതാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഒരു ദൈവവിശ്വാസിയും പറഞ്ഞിട്ടില്ല, ഒരു മതവും പറഞ്ഞിട്ടില്ല. ഒന്നിൽ കൂടുതൽ ദൈവങ്ങളുണ്ടെന്ന് ആരും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. എന്നിരിക്കെ ആരും ചാലഞ്ച് ചെയ്യാത്ത ഒരു പ്രശ്നം സ്ഥിരീകരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പ്രവാചകന്മാർ വരേണ്ട ഒരു കാര്യമില്ലല്ലോ. ഒരു കാര്യത്തിന് ഒരാൾ വന്ന് പറയണമെങ്കിൽ അതാരെങ്കിലും ചാലഞ്ച് ചെയ്തിരിക്കണം ലോകത്ത്. അങ്ങനെ ആരും ചാലഞ്ച് ചെയ്തിട്ടില്ല ഇന്നേ വരെ. അപ്പോൾ ചാലഞ്ച് ചെയ്യാത്ത ഒരു കാര്യം സമർത്ഥിക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാർ വരേണ്ട യാതൊരു കാര്യവുമില്ല. തൗഹീദിനെ സംബന്ധിച്ച് നമ്മുടെ മുസ്ലിയാക്കന്മാരും മൗലവിമാരും ഒക്കെ പ്രസംഗിക്കുന്ന കേട്ടാൽ ഒരു ന്യൂമറിക്കൽ ഫിഗർ, അള്ളാഹു ഏകനാണ്, ഒരുവനാണ്, ഒന്ന്, ഈ ഒരു ന്യൂമറിക്കൽ ഫിഗറാണ് അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹു ഒന്നാണ്. ഇത് സ്ഥാപിക്കേണ്ടുന്ന യാതൊരു കാര്യമില്ല. ഈ ലോകത്ത് ദൈവമേകനാണ് എന്നത് സ്ഥാപിക്കേണ്ടുന്ന ഒരു സത്യമേ അല്ല. കാരണം അത് ഈ പ്രപഞ്ചത്തിലെ നിത്യസത്യമാണ്. ഒരുവനാണെന്ന് പറയേണ്ടതില്ല. പിന്നെ എന്താണ് പറയേണ്ടത്? തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദിൻ്റെ അർത്ഥം എന്താണ്? തൗഹീദ് എന്നുള്ള പദം ഖുർആനികമല്ല കേട്ടോ. ഖുർആനിൽ തൗഹീദില്ല, തൗഹീദ് എന്നുള്ള പദമില്ല. തൗഹീദ് എന്ന പദം വഹദ യുവഹിദു തൗഹീദ് എന്ന് വെച്ചാൽ ഒന്നാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പലതായതിനെ ഒന്നാക്കലാണ് തൗഹീദ്. അപ്പോൾ അത് ദൈവത്തെക്കുറിച്ചുള്ളതല്ല എന്ന് വ്യക്തമാണല്ലോ. പിന്നെ ആരെക്കുറിച്ചുള്ളതാണ്? സൃഷ്ടികളെക്കുറിച്ചുള്ളതാണ്. പലതായിരിക്കുന്ന സൃഷ്ടികൾ പലതല്ല, ഒന്നാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ പേരാണ് തൗഹീദ്. അല്പം കൂടി കടന്നു പറഞ്ഞാൽ ഈ ലോകത്ത് സത്യമായിരിക്കുന്നത് സാക്ഷാൽ ദൈവം മാത്രമാണെന്നും ബാക്കിയുള്ളതെല്ലാം ആ ദൈവത്തിൻ്റെ പ്രതിഫലനങ്ങളാണെന്നും ആ പ്രതിഫലനങ്ങൾ വ്യത്യസ്തമായ രൂപങ്ങളിൽ പ്രകാശിതമായിട്ട് കാണുന്നതാണ് ഈ പ്രപഞ്ചമെന്നും അതെല്ലാം ഈ ദൈവത്തിൻ്റെ തന്നെ ഭാഗമാണെന്നും മനസ്സിലാക്കുന്നതാണ് തൗഹീദ്. എന്ന് വെച്ചാൽ അദ്വൈതം. അദ്വൈതം എന്ന് വെച്ചാൽ എന്താണ്? നീയല്ലോ സൃഷ്ടാവായ ദൈവമേ, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും.
ഈ മഹാപ്രപഞ്ചത്തിൽ ദൈവം മാത്രമാണ് സത്യമായിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇന്നലെ ഞാൻ പറഞ്ഞു നിഴലുകളാണ്. ഈ നിഴലുകളായിരിക്കുന്നത് സത്യമാണെന്ന് ധരിക്കുന്നത് വലിയ അബദ്ധം ചെയ്യും. മാത്രമല്ല ഇവിടെ വേറൊരു പ്രശ്നമുള്ളത്, ഇക്കാണുന്ന വസ്തുക്കളെല്ലാം ഒരു വസ്തു ആ ഒരു വസ്തുവിനെ 100 ആളുകൾ നോക്കുന്നത് ഒരേ വിധത്തിലാണോ? ആണോ? 100 ആളുകൾ ഒരു വസ്തുവിനെ മനസ്സിലാക്കുന്നത് ഒരേ വിധത്തിലാണോ? ഒരിക്കലുമല്ല, 100 വിധത്തിലാണ്. അപ്പോൾ അവിടെ 100 വസ്തു ഉണ്ടോ? അല്ല, ഒരൊറ്റ വസ്തുവാണോ ഉള്ളത്? ഒരു വസ്തുവാണുള്ളത്. ഒരു വസ്തുവിനെ 100 ആളുകൾ 100 വിധത്തിൽ മനസ്സിലാക്കുന്നു. ആ 100 ആളുകൾക്ക് ആ ഒരു വസ്തു 100 വസ്തുവാണ്. അത് വസ്തുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വസ്തുതയുടെ കാര്യത്തിലും അങ്ങനെയാണ്. ഉദാഹരണത്തിന് ഒരു കയറ് കിടക്കുന്നു. അല്പം മങ്ങിയ വെളിച്ചമുള്ള സ്ഥലത്ത് ഒരാളിങ്ങനെ പോകുമ്പോൾ ഈ കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് ധരിക്കുന്നു. പാമ്പാണെന്ന് ധരിച്ച് ഈ കയറ് അയാൾ അതിലേക്ക് തന്നെ നോക്കുമ്പോൾ അത് നീങ്ങുന്നതായിട്ട് അയാൾക്ക് തോന്നുന്നു. അയാൾ ബോധം കെട്ട് വീഴുന്നു. മറ്റൊരാൾ വന്നിട്ട് നോക്കുമ്പോൾ അത് ചത്ത പാമ്പാണ് എന്ന് മനസ്സിലാക്കുന്നു. അനക്കമില്ല, ചത്ത പാമ്പാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ ചത്ത പാമ്പിനെ കണ്ടിട്ടാണല്ലോ ഇയാൾ ബോധം കെട്ട് വീണത് എന്ന് അയാൾ പരിതപിക്കുന്നു. വേറൊരാൾ വന്നിട്ട് അത് പാമ്പേ അല്ല, അത് വെറും കയറാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇതിലാരുടെ മനസ്സിലാക്കലാണ് ശരി? ഇതിൽ ഏറ്റവും എഫക്റ്റീവായ മനസ്സിലാക്കൽ ആരുടേതാണ്? ഏറ്റവും ഫലപ്രദമായ മനസ്സിലാക്കൽ ആരുടേതാണ്? ബോധം കെട്ട് വീണ ആളുടേതല്ലേ? അയാൾക്കല്ലേ ബോധം കെട്ടത്? അയാളുടെ ശരീരത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടായില്ലേ? അയാൾ ഇത് പാമ്പാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് പാമ്പാണ് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായി അയാളിൽ ഭയം നിറഞ്ഞ് അയാളുടെ ബോധം നഷ്ടപ്പെട്ട് വീണുപോയി. അപ്പോൾ ഒരു കാര്യത്തെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും ആളുകൾ മനസ്സിലാക്കുന്നു. വസ്തു ഒന്നേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം അവസ്ഥ അങ്ങനെയാണ്. നമ്മൾ പുറമേ കാണുന്നത് നമ്മുടെ ഉള്ളിലുള്ള ധാരണയാണ്. ദൈവമാണെങ്കിലും ദൈവേതര സംഗതികളാണെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിലുള്ളതാണ് നമ്മൾ പുറമേ കാണുന്നത്. അപ്പോൾ ദൈവത്തെ ആളുകൾ മനസ്സിലാക്കുന്നത്, മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത് അവരുടെ ഉള്ളിലുള്ള ഒരു മതസങ്കല്പത്തിലെ ദൈവത്തെ വെച്ചുകൊണ്ടാണ്. യഹൂദരും ഹിന്ദുക്കളും മനസ്സിലാക്കുന്നത് അവരുടെ ഉള്ളിലുള്ള മതസങ്കല്പത്തെ വെച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഞാനൊരു സൃഷ്ടിയാണ്, എനിക്കൊരു സ്രഷ്ടാവുണ്ട്. ആ സ്രഷ്ടാവിനെ ഞാൻ ദൈവമെന്ന് വിളിക്കുന്നു, അല്ലേ? ഇതാണ് നമുക്ക് വ്യക്തിതലത്തിൽ പറയാവുന്നൊരു സംഗതി. ഇത് കുറച്ച് പ്രപഞ്ചത്തോളം വികസിച്ചാൽ ഈ പ്രപഞ്ചം സൃഷ്ടിയാണ്, ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട്, ആ സ്രഷ്ടാവ് എന്നെ സൃഷ്ടിച്ച അതേ ദൈവമാണ് എന്ന് പറയാം. അല്പം കൂടി വികസിച്ചാൽ നമുക്കിങ്ങനെ പറയാം, യഥാർത്ഥത്തിൽ ആ ദൈവം അവൻ്റെ ഉണ്മ എന്നിലാണ് ഇരിക്കുന്നത്, ഞാനാണ് ആ ദൈവത്തിൻ്റെ ഉണ്മ വഹിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്നാൽ എന്നിൽ നിന്ന് വേറിട്ടൊരു അസ്തിത്വമല്ല എന്ന് പറയാം. ഇതാണ് അനൽ ഹക്ക് എന്ന് പറയുന്നത്. ഞാനാണ് ആ മഹാസത്യം എന്ന് പറയുന്നത്. ഭാരതീയ ഈശ്വര ദർശനത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നൊരു മഹാവാക്യമുണ്ട്. ഞാൻ തന്നെയാകുന്നു ബ്രഹ്മം. അഹം ബ്രഹ്മം അസ്മി എന്നാണ്. ഞാൻ ബ്രഹ്മം ആകുന്നു. ഈ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് പറയുന്നത് ഞാൻ ദൈവമാകുന്നു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് എന്നിലൂടെയാണ് ദൈവം പ്രകാശിതമാകുന്നത്. അപ്പോൾ ദൈവത്തിന് പ്രകാശിതമാകാൻ ഒരു ഉപാധി വേണം. ആ ഉപാധി സൃഷ്ടികളാണ്. സൃഷ്ടികളിലൂടെയേ പ്രകാശിതമാകാൻ കഴിയുള്ളൂ. ഏതുപോലെന്ന് വെച്ചാൽ നമുക്ക് കണ്ണുണ്ട്.
കണ്ണിന് കാഴ്ചയുണ്ട്, കാണാനൊരു വസ്തുവുമുണ്ട്. അപ്പോൾ കണ്ണുണ്ട്, കണ്ണിന് കാഴ്ചയുണ്ട്, കാണാനൊരു വസ്തുവുണ്ട് എങ്കിൽ കാണുമോ? കണ്ണുമുണ്ട്, കണ്ണിന് കാഴ്ചയുണ്ട്, കാണപ്പെടുന്നൊരു വസ്തുവുണ്ട്. പക്ഷെ കാഴ്ച നടക്കുമോ? കാഴ്ച നടക്കണമെങ്കിൽ എന്ത് വേണം? ഈ കാഴ്ചയെ സാധ്യമാകുന്ന വെളിച്ചം വേണ്ടേ? കണ്ണും കാഴ്ചയും വസ്തു ഉണ്ടായാൽ മതിയോ? വെളിച്ചം വേണം. ഇത് നമ്മുടെ കണ്ണിലേക്ക് ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശം അവിടെ ഉണ്ടാവണം. അപ്പോഴാണ് ആ വസ്തുവിനെ കാണുന്നത്. ഇതുപോലെ ദൈവമുണ്ട്, സൃഷ്ടിയുമുണ്ട്. അപ്പോൾ ദൈവം പ്രകാശിതമാകുന്നത് സൃഷ്ടികളിലൂടെയാണ്. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നത് ദൈവം മാത്രമാണ്, സൃഷ്ടാവ് മാത്രമാണ്. അപ്പം മൂപ്പര് സൃഷ്ടി ആരംഭിച്ചു. സൃഷ്ടി ആരംഭിക്കുന്നതിന് ഖുർആൻ പറയുന്നു, ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. ഒരു കാര്യം ഉണ്ടാകണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ആ വസ്തുവിനോട് ഉണ്ടാകണമെന്ന് പറയും, അപ്പോൾ അതുണ്ടാകും. അല്ലേ? ഏത് വസ്തുവിനോടാ പറയാ? വസ്തു ഇല്ലല്ലോ. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. ഒരു കാര്യം ഉണ്ടാകണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ യഖൂലു, അവൻ പറയും, ലഹു, അതിനോട് പറയും, കുൻ, ഉണ്ടാവുക. അപ്പോൾ ഫയകുൻ, അതുണ്ടാകും. അപ്പോൾ ലഹു എന്ന് പറയുന്ന ആ അത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവൻ അതിനോട് ഉണ്ടാവുക എന്ന് പറയും. ഏത്? അത് അവിടെ ഒന്നുമില്ല. അപ്പൊ അവൻ ഏതിനോട് ഉണ്ടാവണം എന്ന് പറയുന്നത്? അപ്പോ അവൻ എന്തിനോടാണ് ഉണ്ടാവുക എന്ന് പറയുന്നത്? ഇതാറാത ചെയ്യണ യക്കൂല ലഹു. ലഹു എന്ന് പറയുന്നതിന്റെ ദമീർ അങ്ങോട്ടാണ് മടങ്ങുന്നത്. ഉണ്ടാവുക എന്നവൻ പറയണമെങ്കിൽ കേൾക്കുന്നൊരു സംഗതി ഉണ്ടാവണ്ടേ? അതില്ലല്ലോ. പഠിച്ചോ മാത്രമേ ഉള്ളൂ. അപ്പൊ അവൻ എന്തിനോടാ പറഞ്ഞിട്ടുണ്ടാവുക? പ്രപഞ്ചം ഇല്ലല്ലോ, ആകെ പുള്ളിയേ ഉള്ളൂ. ഭാഷാശൈലിയോ? അങ്ങനെ പറയാൻ പറ്റുമോ? ദൈവം സ്വന്തത്തോട് പറഞ്ഞു. അതാണ് നമ്മുടെ പോയിന്റ്. ദൈവം സ്വന്തത്തോട് പറഞ്ഞു. അപ്പൊ ദൈവത്തിന് സ്വന്തത്തോട് പറഞ്ഞപ്പോൾ അതുണ്ടായി, അല്ലേ? അപ്പൊ നമ്മൾ എന്തിൽ നിന്നുണ്ടായി? ദൈവത്തിൽ നിന്നുണ്ടായി. അപ്പൊ നമ്മൾ എന്തിൻ്റെ ഭാഗമാണ്? ദൈവത്തിൻ്റെ ഭാഗമാണ്. ആദിബീജം ഉണ്ടായത് ദൈവത്തിൽ നിന്നാണ്. ആ ആദിബീജം വികസിതമായതാണ് ഈ പ്രപഞ്ചം. എങ്കിൽ നമ്മളൊക്കെ ദൈവത്തിൽ നിന്ന് വേറിട്ട ഒന്നാണോ, ദൈവത്തിൻ്റെ തന്നെ ഭാഗമാണോ? ആണ്. ഇനി ഇല്ലാതാകുന്നൊരവസ്ഥയെക്കുറിച്ച് ആലോചിക്കാം. എല്ലാം ഇല്ലാതായാൽ പിന്നെ എങ്ങോട്ടാണ് മടങ്ങുക? ഇലൈന തുർജഊൻ. നിങ്ങളൊക്കെ മടങ്ങി വരേണ്ടത് എങ്ങോട്ടാണ്? നമ്മിലേക്കാകുന്നു. ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് കേട്ടുമ്പോൾ നമ്മൾ എന്താ പറയുക? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ ആരിലേക്ക് മടങ്ങിച്ചെല്ലും? ഈ മടങ്ങിച്ചെല്ലുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മൂപ്പരുടെ മുന്നിൽ പോയിരിക്കലാണെന്ന്. മുന്നിൽ പോയിരിക്കലല്ല, എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് മടങ്ങലാണത്. തുടങ്ങിയയിടത്തേക്കുള്ള മടക്കമാണ്. അപ്പം നമ്മൾ ദൈവത്തിൽ നിന്ന് ആരംഭിച്ചു, ദൈവത്തിലേക്ക് തന്നെ മടങ്ങും. അപ്പോൾ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങുന്നതിനിടയിൽ സംഭവിക്കുന്ന ചലനങ്ങളാണ് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരായിട്ടാണ് ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളിരിക്കുന്നത്. അപ്പോൾ നമ്മളും ദൈവവും വ്യത്യസ്തമായ അസ്തിത്വമല്ല, പ്രതിഭാസമല്ല. വ്യത്യസ്തമായ അസ്തിത്വമോ പ്രതിഭാസമോ അല്ല എന്നർത്ഥം. നമ്മളൊക്കെ ഈ കാണുന്ന സൃഷ്ടി പ്രപഞ്ചമൊക്കെ, അത് കാക്കയും കുരുവിയും പാറ്റയും പൂമ്പാറ്റയും ഉൾപ്പെടെയുള്ള എല്ലാ പ്രാണിവർഗങ്ങളും ചരാചരങ്ങളും ദൈവത്തിൻ്റെ തന്നെ ഭാഗമാണ് എന്ന് തിരിച്ചറിയലാണ് തൗഹീദ്. സൃഷ്ടി സൃഷ്ടാവ് എന്നിങ്ങനെയുള്ള ദ്വന്ദ്ങ്ങളില്ല, ഒന്നേ ഉള്ളൂ. ഇക്കാണുന്നതെല്ലാം താൽക്കാലികമായ കാഴ്ചകളാണ്. ഇതൊക്കെ ഇല്ലാതാകും, സൃഷ്ടാവ് മാത്രം അവശേഷിക്കും. എല്ലാം അവനിലേക്ക് തന്നെ മടങ്ങും. ഇത് തിരിച്ചറിയലാണ് തൗഹീദ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പലതായി കാണുന്നതിനെ ഒന്നായി മനസ്സിലാക്കുക,
ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടലെന്നാണ് ഇതിനെക്കുറിച്ച് തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞത്. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ. നമുക്ക് എന്തുകൊണ്ടാണ് ഈ കലഹം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കാലുഷ്യം ഉണ്ടാകുന്നത്, അസൂയ ഉണ്ടാകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ, നമ്മൾ വേറെ മൂപ്പര് വേറെ എന്നുള്ള കാഴ്ചപ്പാടുണ്ടായി. അങ്ങനെ ഇതൊക്കെ മൂപ്പരിൽ നിന്ന് വേറിട്ട, ഈ ദൈവത്തിൽ നിന്ന് വേറിട്ട അസ്തിത്വമാണ് എന്ന സങ്കല്പത്തിൽ നമ്മൾ സ്വന്തമായി വാരി വലിച്ചുണ്ടാക്കാൻ ആഗ്രഹിച്ചു. യഥാർത്ഥത്തിൽ ഇതെല്ലാം ദൈവത്തിൻ്റെ ഭാഗമാണെന്നും നമ്മളും ആ ദൈവത്തിൻ്റെ ഭാഗമാണെന്നും ഉള്ള ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് എല്ലാറ്റിനോടും സമദൂര സിദ്ധാന്തത്തിൽ നിലകൊള്ളാൻ ശീലിക്കും. ഇനി ഇതിനെ മറ്റൊരു തരത്തിൽ നമുക്ക് സമീപിച്ചു നോക്കാം. അള്ളാഹു സൃഷ്ടി നടത്തിയിട്ട് ഏതോ അർത്ഥത്തിൽ സൃഷ്ടിയും സൃഷ്ടാവും വേർപെട്ട് നിൽക്കുന്നു. സൃഷ്ടി വേറെ, സൃഷ്ടാവ് വേറെ എന്ന അർത്ഥത്തിൽ നിൽക്കുന്നു. എങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിതം സാധ്യമാകുമോ? നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുമോ? ഒരു കാന്തം അതിൻ്റെ നെഗറ്റീവുമായി അടുത്ത് നിൽക്കുന്ന സമയത്തല്ലെങ്കിൽ ഈ കാന്തവും അതിൻ്റെ ശക്തിയും ഇല്ലാതാകും. ഒരു നിശ്ചിത അകലത്തിൽ നിൽക്കുമ്പോഴേ അത് സാധ്യമാവുള്ളൂ. പട്ടം നൂലുമായി ബന്ധിച്ച് നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ പട്ടത്തിന് നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ പട്ടം ശിഥിലമാകും. ദൈവത്തിൻ്റെ ഭാഗമായി ഇരിക്കുമ്പോൾ മാത്രമാണ് സൃഷ്ടി എന്ന അർത്ഥത്തിൽ നമുക്ക് അസ്തിത്വം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് അസ്തിത്വം നഷ്ടമാകും. അപ്പോൾ സൃഷ്ടി സൃഷ്ടാവ് എന്ന ദ്വൈതം യഥാർത്ഥത്തിൽ തൗഹീദിന് വിരുദ്ധമാണ്. അദ്വൈതം എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ മുസ്ലിയാക്കന്മാരും മൗലവിമാരും ഒക്കെ അദ്വൈതത്തെ കുറ്റം പറയുന്നത്. യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത് അദ്വൈതമാണ്. അദ്വൈതത്തിന് ഒരു തെറ്റായ ഭാഷ്യമുണ്ട്. തൂണിലും തുരുമ്പിലും പൂവിലും പുഴുവിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നവൻ അതാണ് ദൈവം എന്ന ഒരു തെറ്റായ ഒരു ധാരണ ആരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. അതല്ല, സൃഷ്ടിയും സൃഷ്ടാവും ഭിന്നമല്ല. സൃഷ്ടിയും സൃഷ്ടാവും രണ്ടാണ് എന്ന ധാരണ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ അകറ്റിക്കളയും. സൃഷ്ടിയും സൃഷ്ടാവും യഥാർത്ഥത്തിൽ തത്വത്തിൽ ഒന്നാണ്. കാരണം ദൈവം മാത്രമാണ് നിലകൊള്ളുന്നത്. ഇതാണ് അദ്വൈതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് തൗഹീദും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, ഒരാനുഭൂതികമായ തലത്തിൽ പറയാൻ പറ്റും, അനൽ ഹക്ക്, ഞാനാണ് ആ സത്യം. ഹല്ലാജെ കൊല്ലുന്ന ആളന്ന് ഞാനുണ്ടെങ്കിൽ അക്കൈ പിടിക്കും ഞാൻ എന്ന് മൊഴിഞ്ഞോവർ. മൊഹീദ്ദീൻ ഷേഖ് പറയുന്നു, ഹല്ലാജെ കൊല്ലുന്ന അന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അക്കൈ ഞാൻ പിടിക്കുമായിരുന്നു എന്ന്. മൻസൂറുൽ ഹല്ലാജിനെ കൊന്നത് എന്ത് കുറ്റത്തിനാ? അനൽ ഹക്ക് പറഞ്ഞു, ഞാനാണ് മഹാസത്യം, ആ സത്യം ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പം മുല്ലമാരൊക്കെ കൂടി കേസ് കൊടുത്തു. ഇയാൾ ദൈവധിക്കാരം പറഞ്ഞു എന്ന് പറഞ്ഞു. അയാളെ വിചാരണ ചെയ്തു. അദ്ദേഹത്തെ കണ്ണ് ചുഴന്നെടുത്ത് നാവ് മുറിച്ചെടുത്ത് കൊന്നു കളഞ്ഞു. അപ്പോഴും അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കണ്ണുകൾ നിങ്ങൾക്ക് ചൂഴ്ന്നെടുക്കാം, പക്ഷേ എൻ്റെ അകക്കണ്ണ് നിങ്ങൾക്ക് പൊട്ടിച്ചു കളയാൻ കഴിയില്ലല്ലോ. ഞാൻ ഇപ്പോഴും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അവനെ. അവസാനം അദ്ദേഹം കൊല്ലപ്പെടുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള നിമിഷം പറഞ്ഞു, എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ 1000 തവണ കൊല്ലപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരിച്ചു വീണത്. അപ്പം ഇത് മനസ്സിലാക്കാൻ മതത്തിന് കഴിയില്ല. ഞാനാണ് ആ മഹാസത്യം എന്ന് മനസ്സിലാക്കാൻ മതത്തിന് കഴിയില്ല. കാരണം മതം നമ്മിൽ നിന്ന് അകലെയുള്ള ഒരു ദൈവത്തെയാണ് എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അകലെയിരിക്കുന്ന ഒരു ദൈവം, ആകാശത്തിലിരിക്കുന്ന ഒരു ദൈവം. അവൻ നമ്മളെ ഇങ്ങനെ ഒരു ഭൂതക്കണ്ണാടി വെച്ച് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നെഗറ്റീവുകളും നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ നമ്മളെ
എണ്ണയിലിട്ട് അല്ലെങ്കിൽ തീയിലിട്ട് വറുക്കാൻ കാത്തിരിക്കുന്നു. ഇതാണ് മതങ്ങൾ നമുക്ക് വെച്ച് തന്നിട്ടുള്ള ദൈവസങ്കല്പം എന്ന് പറയുന്നത്. അതങ്ങനെ ആവണമെങ്കിൽ സൃഷ്ടിയും സൃഷ്ടാവും ഭിന്നരായിരിക്കണം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ മാതാക്കളും മക്കളും, മാതാവ് പ്രസവിക്കുന്നത് വരെ മകൻ അല്ലെങ്കിൽ മകൾ മാതാവിൻ്റെ ഭാഗമാണ്. പ്രസവിച്ചു കഴിഞ്ഞാൽ ഭാഗമാണോ? അല്ലല്ലോ, അല്ല, ഭാഗമല്ല. വൈകാരികമായിട്ട് ഭാഗമായിരിക്കണം. പക്ഷേ അള്ളാഹുവും നമ്മളും തമ്മിൽ പ്രസവിക്കുന്നില്ല, ഗർഭാവസ്ഥയിൽ തന്നെയാണുള്ളത്. മാതാവിൻ്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ ഈ കുട്ടി മാതാവിൻ്റെ ഭാഗമല്ലേ? മാതാവ് വിഷം കുടിച്ചാൽ ഈ കുട്ടി മരിക്കും, ഇല്ലേ? മാതാവിന് തല്ല് കിട്ടിയാൽ ഈ കുട്ടിക്ക് അപകടം പറ്റും. മാതാവ് വീണാൽ ഈ കുട്ടിയുടെ എല്ലൊടിയും. അങ്ങനെയാണല്ലോ, മാതാവിൻ്റെ ഭാഗമാണ്. പ്രസവിച്ചാൽ മാതാവും കുഞ്ഞും വെവ്വേറെയാണ്. എന്നാൽ സൃഷ്ടികളായ നമ്മളാരും ദൈവത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല, ദൈവത്തിൻ്റെ ഗർഭത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ ഗർഭമാണ്, ഗർഭപാത്രമാണ്. ആ ഗർഭപാത്രത്തിലെ കുഞ്ഞുങ്ങളാണ് നമ്മളൊക്കെയും എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് വേറിട്ടൊരു അസ്തിത്വമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് തത്വം. എന്നാൽ പ്രയോഗത്തിലോ? ഇത് തത്വം. പ്രയോഗത്തിൽ എന്നാൽ വ്യത്യസ്തമാണ്. പ്രയോഗത്തിൽ ദൈവവും നമ്മളും തമ്മിൽ രണ്ടായിട്ട് തന്നെ കാണണം. ഇവിടെയാണ് വിഗ്രഹാരാധനയിൽ നിന്ന് ഇസ്ലാം മാറി നിൽക്കുന്നത്. വിഗ്രഹാരാധന എന്ന് പറയുന്നത് ദൈവത്തെ തന്നിൽ നിന്ന് വേറിട്ടൊരു അസ്തിത്വമായി സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു ആരാധനയാണ്. ഇവിടെ വൈരുദ്ധ്യം നിങ്ങൾ നോക്കണം. അദ്വൈതം പറയുന്ന ഹിന്ദുമതം വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നു. ദ്വൈതം പറയുന്ന ഇസ്ലാം മതം അരൂപാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് വലിയ തമാശയാണിത്. അദ്വൈതം എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയ്ക്കെതിരാണ്. കാരണം വിഗ്രഹം എന്ന് പറയുന്നത് മറ്റൊരു വസ്തുവാണ്. മറ്റൊരു വസ്തുവിനെ ആരാധിക്കാൻ കഴിയില്ല. മറ്റൊരു വസ്തുവിനെ ആരാധിക്കാൻ കഴിയില്ല ഒരു അദ്വൈതിക്ക്. കാരണം ഒരു കല്ല് മുന്നിൽ വെച്ചാൽ ദൈവമാണെന്നോ ദൈവത്തിൻ്റെ പ്രതീകമാണെന്നോ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നോ എന്തോ സങ്കല്പിച്ചൊരു കല്ല് മുന്നിൽ വെക്കുമ്പോഴേക്കും അത് മറ്റൊന്നായി തീരുന്നുണ്ട്, ഒരു അന്യവസ്തുവായി തീരുന്നുണ്ട്. അപ്പോൾ അദ്വൈതം അവിടെ തകർന്നു പോകുന്നുണ്ട്. പക്ഷേ ഹിന്ദുമതം ഒരു ഭാഗത്ത് അദ്വൈതം പറയുകയും മറുഭാഗത്ത് വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വിഗ്രഹാരാധനയുടെ കുഴപ്പം എന്താ? വിഗ്രഹാരാധനക്കൊരു കുഴപ്പമുണ്ട്. അത് എല്ലാവർക്കും പ്രാപ്യമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുഞ്ഞ് ജന്മന അന്ധനായി ജനിക്കുന്നു. അങ്ങനെ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടല്ലോ. കണ്ണ് കാണാതെ ജനിക്കുന്ന കുട്ടികളുണ്ട്. ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ കണ്ണ് കാണൂല. ഈ കുട്ടി എങ്ങനെയാണ് വിഗ്രഹാരാധന നടത്തുക? എങ്ങനെ നടത്തും ഉബൈദേ? ജീവിതത്തിൽ ഒരു വസ്തുവിനെയും കാണാത്തൊരു കുട്ടി എങ്ങനെയാണ് വിഗ്രഹാരാധന നടത്തുക? കഴിയും. എന്നാൽ ആ കുട്ടിക്ക് അരൂപാരാധന നടത്താൻ കഴിയോ? കഴിയും. രൂപമില്ലാത്ത ആരാധന ആ കുട്ടിക്ക് നടത്താൻ പറ്റും, അല്ലെങ്കിൽ ആ മനുഷ്യന് നടത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും പ്രാപിക്കാൻ കഴിയുന്നതല്ല വിഗ്രഹാരാധന, ഒന്ന്. രണ്ടാമത്തത്, കണ്ണ് എന്നത് മനുഷ്യൻ്റെ 5 ഇന്ദ്രിയങ്ങളിൽ ഒരു ഇന്ദ്രിയം മാത്രമാണ്. കാതുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, ത്വക്കുണ്ട്. ഈ 4 ഇന്ദ്രിയങ്ങളെയും അവഗണിച്ച് കണ്ണിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ആരാധനാ രീതിയാണ് വിഗ്രഹാരാധന. മറ്റ് എല്ലാ ഇന്ദ്രിയങ്ങളെയും അവഗണിച്ചു. എന്നാൽ അരൂപാരാധന എന്ന് പറയുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒരുപോലെ പരിഗണിക്കും. എന്നാൽ വിഗ്രഹാരാധനകളുള്ള മതസങ്കല്പത്തിൽ മറ്റിന്ദ്രിയങ്ങളൊക്കെ അവഗണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. മറ്റിന്ദ്രിയങ്ങളൊന്നും ഒക്കെ അതിനെ പരിഗണിക്കില്ല. ഇത് മനുഷ്യനെ അവൻ്റെ സാകല്യത്തിൽ പരിഗണിക്കുന്നതിൽ നിന്ന് അകന്നു പോകുന്നു. അതുകൊണ്ട് വിഗ്രഹാരാധന പ്രകൃതി വിരുദ്ധമായ ഒരാരാധനാ സങ്കല്പമാണ് എന്ന് പറയും. എന്നാൽ അത് കൊടിയ പാപം എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ അത് നല്ലതല്ലാത്ത പ്രകൃതി വിരുദ്ധമായ ഒരു ആചാര സമ്പ്രദായമാണ് എന്ന് പറയാം.
വിഗ്രഹാരാധന പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കിയെന്ന് പറയാൻ പറ്റുമോ? അതും പറ്റൂല. മുസ്ലിങ്ങൾക്കും വിഗ്രഹാരാധനയൊക്കെ ഉണ്ട് അത്യാവശ്യം. മസ്ജിദുൽ ഹറാമിലെ കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് ബിംബാരാധനയുടെ ഭാഗമാണ്. അവിടെ ഒരു കറുത്ത കില്ലയുണ്ട്. ആ കില്ല ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതിങ്ങനെ പോയി തൊട്ടാൽ പുണ്യം കിട്ടുമെന്ന് വിചാരിക്കുന്നത് വിഗ്രഹാരാധനയുടെ ഭാഗമാണ്. ഹജറുൽ അസ്വദ്, മഖാമു ഇബ്രാഹിം, ജംറകളിലെറിയുന്നത്, ഇതൊക്കെ ഒരു തരം വിഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും വിഗ്രഹങ്ങൾ എന്ന അർത്ഥത്തിൽ ഒരു സങ്കല്പമുണ്ടാക്കി ആ സങ്കല്പത്തെ ആരാധിക്കുന്നതിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് വിട്ടുനിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. കാഴ്ച മനുഷ്യൻ്റെ അറിവിൻ്റെ അവസാനമാണ്. അപ്പം നിങ്ങൾ ഇപ്പോൾ യേശു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ വരുന്ന രൂപമുണ്ടല്ലോ അല്ലേ? ഒരു താടി വെച്ച് ഒരു കൃശഗാത്രനായ ഒരു യൂറോപ്യൻ, ചെമ്പിച്ച മുടിയൊക്കെ ഉള്ള ഒരു യൂറോപ്യൻ കുരിശി കിടക്കുന്ന ചിത്രം അല്ലേ? ഈ ചിത്രം മൈക്കലാഞ്ചലോ വരച്ചതാണ്. മൈക്കലാഞ്ചലോ വരയ്ക്കുന്നതിൻ്റെ മുൻപ് യേശുവിനെ കുറിച്ചുള്ള ക്രിസ്ത്യൻ സങ്കല്പം എങ്ങനെയായിരുന്നു? ശില്പം വരക്കലെന്തോ ആവട്ടെ, നീ അതിൻ്റെ ഫിക്കിന്ന് പോ. അപ്പോൾ അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? അതിനു മുൻപ് ഓരോ ക്രിസ്ത്യൻ്റെയും യേശു ഓരോ തരത്തിലുള്ളതായിരുന്നു. അനന്തമായ ഭാവനാ സങ്കല്പങ്ങളുടെ ഒരു ലോകമായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് ചെയ്തതോടുകൂടി എല്ലാവരുടെയും സങ്കല്പം ഏതിലേക്ക് ചുരുങ്ങി? ഒന്നിലേക്ക് ചുരുങ്ങി. എന്ന് വെച്ചാൽ ഭാവനകൾ അവസാനിച്ചു. കാഴ്ച ഒരു മനുഷ്യൻ്റെ അറിവിൻ്റെ അവസാനമാണ്. അതോടുകൂടി പിന്നെ കാഴ്ചകളില്ലാതായി. ഇപ്പോൾ നിങ്ങൾ മെസ്സേജ് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? മെസ്സേജ് എന്ന് പറഞ്ഞ സിനിമ, അതിൽ ഹംസയുടെ റോൾ അഭിനയിക്കുന്നത് ആൻ്റണി കീൻ എന്ന് പറയുന്ന ഒരു നടനാണ്. ഹംസ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആൻ്റണി കീൻ്റെ രൂപമാണ് വരിക. അതോടുകൂടി നമ്മുടെ കാഴ്ചകളൊക്കെ അവിടെ അവസാനിച്ചു പോയി. നമ്മുടെ എല്ലാ ഭാവനകളും അവസാനിച്ചു. ഞാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. അപ്പോൾ നമ്മുടെ എല്ലാ ഭാവനകളെയും അവസാനിപ്പിക്കുന്നതാണ് കാഴ്ച. കാഴ്ച കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങൾ എങ്ങനെ ആലോചിച്ചാലും ചിന്തിക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ സമദ് സാഹിബ് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് അബ്ദുൽ സമദ് തൃശ്ശൂർ എന്ന് എന്നോട് ആര് പറഞ്ഞാലും എനിക്ക് ഈ രൂപം ഓർമ്മ വരും. ഇതിൽ നിന്നപ്പുറത്തേക്ക് എൻ്റെ ഭാവനയെ വികസിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം കാഴ്ച അവിടെ അസ്തമിച്ചു. റിയാസ്ക എന്ന് പറഞ്ഞാൽ ഈ കാഴ്ചയിൽ നിന്ന് എനിക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ കാഴ്ച ഒരു മനുഷ്യൻ്റെ അവസാനത്തെ അറിവാണ്. അതിനപ്പുറത്തേക്ക് വികസിക്കൂല. ഇതാണ് വിഗ്രഹാരാധനയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. ഏതായാലും അരൂപാരാധകരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് എന്ന് പറയുന്നത് 1 കോടി മനുഷ്യരുണ്ടെങ്കിൽ 1 കോടി അള്ളാഹ് ഉണ്ട്. 1 കോടി മനുഷ്യരുടെ മനസ്സിൽ 1 കോടി അള്ളാഹുവാണ്. ഓരോരുത്തരുടെയും ദൈവസങ്കല്പം വ്യത്യസ്തമാണ്. ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ ഒരു കുളിരായിട്ട് അനുഭവപ്പെടുന്നവരുണ്ട്, പ്രകാശമായിട്ട് അനുഭവപ്പെടുന്നവരുണ്ട്, ഒരു മധുരമായിട്ട് അനുഭവപ്പെടുന്നവരുണ്ട്, വലിയ താടിയായിട്ട് അനുഭവപ്പെടുന്നവരുണ്ട്, മേഘമായിട്ട് അനുഭവപ്പെടുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ സങ്കല്പങ്ങളിൽ അവൻ കുടികൊള്ളുന്നു. അതാണ് യഥാർത്ഥം. അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ അതിനെ ഒരു വിഗ്രഹത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നതോടുകൂടി എല്ലാവരുടെയും സങ്കല്പം ഒന്നായിത്തീരുകയും അങ്ങനെ സങ്കല്പം ദുർബലപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അപ്പോൾ അദ്വൈതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അരൂപാരാധനയാണ് ആവിഷ്കരിക്കേണ്ടത്. പക്ഷേ നേരെ തിരിച്ചായിപ്പോയി. വിഗ്രഹാരാധന ഏതർത്ഥത്തിൽ നമ്മൾ വെച്ച് നോക്കിയാലും പറഞ്ഞു നോക്കിയാലും അത് പ്രകൃതി വിരുദ്ധമാണ്. മനുഷ്യൻ്റെ ഭാവനയെ ഇല്ലാതാക്കി കളയുന്ന ഒരു ശരിയല്ലാത്ത ആരാധനാ സമ്പ്രദായമാണത്. രണ്ടാമത്തെ മറ്റൊരു കുറവ് അതിനുണ്ട്. വിഗ്രഹാരാധനയ്ക്ക് മറ്റൊരു കുറവുള്ളത്, ഒന്ന് മനുഷ്യൻ്റെ ഭാവനയെ ഇല്ലാതാക്കുന്നു, അറിവിനെ ഇല്ലാതാക്കുന്നു, അറിവിനെ എവിടെയോ ഒരു പോയിന്റിൽ വെച്ച് അവസാനിപ്പിക്കുന്നു.
രണ്ടാമത്, ദൈവം തൻ്റെ സഹായത്താൽ നിലനിൽക്കുന്നതാണ് എന്ന ബോധത്തിലേക്ക് വരുന്നു. ഇത് അരൂപാരാധനയിലെ ദൈവത്തിന് സംഭവിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അമ്പലങ്ങളിൽ പ്രതിഷ്ഠ നടക്കുന്നു. ഈ പ്രതിഷ്ഠ നടക്കുമ്പോൾ പ്രതിഷ്ഠ നടത്തുന്നതാരാ? ഭക്തന്മാരല്ലേ? ഈ ഭക്തന്മാർ ആരുടെ ഭക്തനാ? ഈ പ്രതിഷ്ഠിതമാകുന്ന ദൈവത്തിൻ്റെ ഭക്തനാണ് ഈ ദൈവത്തെ ഉണ്ടാക്കി പ്രതിഷ്ഠ നടത്തുന്നത്. എന്ന് വെച്ചാൽ ഇത് ദൈവവും ഭക്തനും തമ്മിലുള്ള ഒരു പാരസ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അപ്പോൾ ദൈവം സ്വതന്ത്രനല്ലെന്ന് വരുന്നു. ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ, ദൈവത്തിൻ്റെ വിശാലതയെ, ദൈവത്തിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്ന ഒരു സങ്കല്പമാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. ഇതും വിഗ്രഹാരാധനയുടെ ഒരു പോരായ്മയാണ്. പിന്നെ മൂന്നാമതായിട്ട്, ഇതാണ് പ്രധാനപ്പെട്ടത്, താത്വികമായിട്ട് അതിന് നിലനിൽപ്പില്ല. ഫിലോസഫിക്കലായിട്ട് നിലനിൽപ്പില്ലാത്ത ഒരു സംഗതിയാണ് വിഗ്രഹാരാധന. അപ്പോൾ വിഗ്രഹാരാധന, നിങ്ങൾ ഇത് പറയുമ്പോൾ വിചാരിക്കരുത് ഹിന്ദുമതം വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വിചാരിക്കരുത് കേട്ടോ. ഹിന്ദുമതം അടിസ്ഥാനപരമായി വിഗ്രഹാരാധനയെ നിരുത്സാഹപ്പെടുത്തുന്ന മതമാണ്. പക്ഷെ ഫലത്തിൽ അങ്ങനെ ആയിത്തീർന്നു. ഇപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ദൈവസങ്കല്പത്തെക്കുറിച്ച് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഹിന്ദുമതം അരൂപാരാധനയിൽ അധിഷ്ഠിതമായ മതമാണ്. പക്ഷേ ആദിവാസി ഗോത്രങ്ങളെല്ലാം ഹിന്ദുമതത്തിൻ്റെ ഭാഗമായി തീർന്നപ്പോൾ അവരുടെ പ്രാകൃതമായ ആരാധനാ സമ്പ്രദായങ്ങൾ ഹിന്ദുമതത്തിന് അഡോപ്റ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഹിന്ദുമതത്തിൽ വിഗ്രഹാരാധന ഉണ്ടായതെന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. അങ്ങനെയാണ് മതങ്ങൾ. ഇപ്പോൾ ഈ ക്രിസ്തു മതത്തിൽ കുരിശാരാധന വന്നത് എന്ന് മുതലാണെന്ന് പറയാം നിങ്ങൾക്ക്. ഹോളി ക്രോസ് യഥാർത്ഥത്തിൽ യേശുവിനെ കുരിശിലേറ്റിയ കുരിശല്ല കേട്ടോ. അങ്ങനെ ഒരു ധാരണയുണ്ട് നമുക്ക്. യേശുവിനെ കുരിശിലേറ്റിയ കുരിശല്ല ഹോളി ക്രോസ്. അത് ആരാധിക്കപ്പെടുന്ന കുരിശല്ല. ഹോളി ക്രോസ് എന്ന് പറയുന്നത് ബൈസന്റൈൻ ചക്രവർത്തിയുടെ ഒരു സിമ്പലാണ്. ഹോളി ക്രോസിൻ്റെ സിമ്പലിൻ്റെ അർത്ഥം വെർട്ടിക്കലും ഹോറിസോണ്ടലും ആയിട്ടുള്ള രണ്ട് വരകളാണ്. ഒന്ന് വെർട്ടിക്കൽ, ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക്; ഒന്ന് ഹോറിസോണ്ടൽ, വടക്ക് നിന്ന് തെക്കോട്ടേക്ക്. ഇങ്ങനെ എല്ലാറ്റിനെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു സിമ്പലാണ് ക്രോസ്. അപ്പോൾ ഒരു മതവും യഥാർത്ഥത്തിൽ വിഗ്രഹാരാധന ഉണ്ടാക്കിയിട്ടില്ല. അത് പിൽക്കാലത്ത് മെല്ലെ മെല്ലെ കടന്നു വന്നതാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് നമ്മൾ അറബിയിൽ പറയുന്ന, ദൈവമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ആരാധിക്കപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ല, ദൈവമല്ലാതെ യാതൊരു അസ്തിത്വവുമില്ല, ലാ മൗജൂദ ഇല്ലല്ലാ, ലാ മഅബൂദ ഇല്ലല്ലാ, ലാ ഹഖ ഇല്ലല്ലാ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൽ സത്യമായിട്ടിരിക്കുന്നത് ആ ഒരു മഹാശക്തി മാത്രമാണെന്നും ബാക്കിയുള്ളതെല്ലാം നീങ്ങിപ്പോകുന്ന നിഴലുകളാണെന്നുമുള്ള സങ്കല്പത്തിലേക്ക് അല്ലെങ്കിൽ അറിവിലേക്ക്, ബോധ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത്. അവിടെ മറ്റൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. ആ ഒന്നിനെ മാത്രമേ കാണാവൂ. ഒരു പാട്ടുണ്ട്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൊരു പാട്ടാണ്. മുന്നിൽ കാണും നിലവല്ലതിനും ഉള്ളിലെ അറിവേ നേടാവൂ. എന്താണ് അതിൻ്റെ തുടക്കം? എങ്ങനെയായിരുന്നു? കണ്ണാലല്ല അകക്കണ്ണിൻ്റെ വെളിച്ചം കൊണ്ടേ കാണാവൂ, മുന്നിൽ കാണും നിലവല്ലതിനും ഉള്ളിലെ അറിവേ നേടാവൂ. അപ്പം നമ്മൾ ഈ മുന്നിൽ കാണുന്നതല്ല, ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഒരു നിത്യതയുടെ, ശാശ്വതികത്വത്തിൻ്റെ, മഹാസത്യത്തിൻ്റെ ഒരു പ്രതിഭാസമുണ്ട്. അതാണ് നമ്മൾ കാണേണ്ടത്. അതാണ് സത്യമായിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദൈവം എന്ന സങ്കല്പത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് ആരാധനകൾ അർപ്പിക്കാൻ ഒരു തടസ്സം ഉണ്ടാവില്ല.